സിദാൻ, റൊണാൾഡോ, ബെക്കാം, ഫിഗോ, ലോകത്തിലെ ഏറ്റവും മികച്ച സൂപ്പർ താരങ്ങളെല്ലാം ഒരൊറ്റ ടീമിൽ. റിയൽ മാദ്രിഡിന്റെ ഈ ഗലാക്ടിക്കോസ് പ്രോജക്റ്റ് പക്ഷേ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമായി മാറി. എന്തുകൊണ്ടായിരിക്കും ആ സ്വപ്നക്കൂട് തകർന്നത്? ഏറ്റവും പ്രധാന തിരിച്ചടി എന്താണെന്ന് വെച്ചാൽ ക്ലോഡ് മക്കലല്ലയെ വിറ്റതായിരുന്നു. മുന്നേറ്റ നിരയിലെ നക്ഷത്രങ്ങളെ വാരികൂട്ടിയ മാഡ്രിഡ് പ്രതിരോധ കോട്ട കാത്ത മക്കലല്ലയെ ടീമിൽ നിന്ന് ഒഴിവാക്കി. ഇതോടെ എഞ്ചിനില്ലാത്ത ലക്ഷറി കാർ പോലെയായി മാറി റിയൽ മാഡ്രിഡിന്റെ മധ്യനിര. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഫുട്ബോളിനേക്കാൾ കൂടുതൽ അവർ ബിസിനസിന് പ്രാധാന്യം നൽകിയെന്നതാണ്. ജേഴ്സി വിൽപ്പനയും പരസ്യ വരുമാനവും നോക്കി താരങ്ങളെ വാങ്ങിക്കൂട്ടിയപ്പോൾ കളിയിലെ ബാലൻസ് നഷ്ടമായി. വിദേശ ടൂറുകൾ കളിക്കാരുടെ ഫിറ്റ്നസിനെയും ബാധിച്ചു. ഇതിനെല്ലാം പുറമെ സൂപ്പർ താരങ്ങളുടെ ഈഗോ നിയന്ത്രിക്കാൻ മാനേജ്മെന്റിന് കഴിഞ്ഞില്ല. മികച്ച കോച്ചായിരുന്ന വിസെൻസെ ഡെൽ ബോസ്കെ പുറത്താക്കിയത് ടീമിന്റെ ഒത്തൊരുമ പൂർണ്ണമായും തകർത്തു. ഇതിന്റെ ഫലം തുടർച്ചയായി 3 വർഷം ഒരു പ്രധാന ട്രോഫി പോലും നേടാൻ ഈ വമ്പൻ ടീമിനായില്ല. പേരുകളല്ല, ഒത്തൊരുമയാണ് കളി ജയിപ്പിക്കുന്നതെന്ന് ചരിത്രം തെളിയിച്ച നിമിഷം. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.